അസ്സലാമു അലൈക്കും. 6-ാം ക്ലാസ്സിൻ്റെ അറബി പാഠപുസ്തകം 40-ാമത്തെ പേജാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ ഭാഗത്ത് മിഹർജാനുൽ മഅരിഫ മിഹർജാനുൽ മഅരിഫ ക്വിസ് പ്രോഗ്രാം. മിഹർജാൻ പ്രോഗ്രാം, മഅരിഫ ക്വിസ്. ക്വിസ് എന്നുള്ളതിന് നേരത്തെ ഉപയോഗിച്ചിരുന്ന ഒരു പദം മുസാഅല എന്നുള്ളതായിരുന്നു. അതുപോലെ മത്സരം എന്നുള്ളതിന് മുസാബഖ എന്ന്. ഈ രണ്ട് പദങ്ങളാണ് നമ്മുടെ പാഠഭാഗത്ത് തൊട്ട് മുമ്പായി ഉപയോഗിച്ചിരുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മിഹർജാനുൽ മഅരിഫ ക്വിസ് പ്രോഗ്രാം. മത്സരം എന്നല്ല, മിഹർജാൻ പ്രോഗ്രാം എന്നാണ്. നമുക്ക് പാഠം ഒന്ന് വായിച്ചു നോക്കാം. വസ്വല തമീം ഇലാ മക്തബി ഇദാറത്തി തർബിയ വ തഅലീം മുബക്കിറൻ. كانت القاعة مزينة. حضر كثير من المشاركين للمسابقة. بعد التسجيل قادهم المتطوع إلى مقعدهم المعين. بعد دقائق أتى مقدمة المسابقة القاعة وبدأت المسابقة. വസ്വല എത്തി. തമീം വസ്വല തമീം എത്തി. ഇല മക്തബി ഇദാറത്തി തർബിയ വ തഅലീം. മക്തബ് ഓഫീസ്, ഇദാറത്തി തർബിയ വ തഅലീം വിദ്യാഭ്യാസ വകുപ്പിൻ്റെ. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഓഫീസിൽ നമ്മുടെ തമീം എത്തി. അപ്പോൾ ഈ പരിപാടിക്ക് നേരത്തെ രജിസ്റ്റർ ചെയ്തിരുന്നു. അവിടെ നിന്ന് അവനിക്കുള്ള കോൾ വന്നിരുന്നു. അതിനുശേഷം അവൻ ഈ പരിപാടി പങ്കെടുക്കാൻ വേണ്ടി ഓഫീസിലേക്ക് എത്തുകയാണ്. മുബക്കിറൻ നേരത്തെ എത്തി. കാനത്ത് അൽ ഖാഅത്തു മുസയ്യനത്തൻ. ഖാഅത്ത് ഹാള്. ഒരു ഹാളിൽ വെച്ചിട്ടാണ് പരിപാടി നടക്കുന്നത്. ആ ഹാള് മുസയ്യനത്ത് ഡെക്കറേറ്റഡ് ആയിരുന്നു. നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടായിരുന്നു ഹാൾ ഉണ്ടായിരുന്നത്. ഹവറ ഹാജരായിട്ടുണ്ട്, എത്തിയിട്ടുണ്ട്. കസീറും മിനൽ മുഷാരിക്കീന ലിൽ മുസാബഖ. മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ധാരാളം പാർട്ടിസിപ്പൻസ് അവിടെ എത്തിയിട്ടുണ്ട്. മത്സരത്തിൽ പങ്കെടുക്കുന്ന കുറേ ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട്. ബഅദ തസ്ജീൽ, ബഅദ ശേഷം, അത്തസ്ജീൽ രജിസ്ട്രേഷന് ശേഷം. അപ്പോൾ പരിപാടിയിൽ പങ്കെടുക്കാൻ നമ്മൾ നേരത്തെ ഓൺലൈനായിട്ട് രജിസ്ട്രേഷൻ കഴിഞ്ഞതാണ്. എന്നാലും ആ രജിസ്റ്റർ ചെയ്ത കുട്ടികളൊക്കെ അവിടെ എത്തിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി അവിടെ വെച്ച് എത്തിയവരൊക്കെ അവിടെ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ആ ഒരു രജിസ്ട്രേഷനും കൂടി അവിടെ നടന്നു. അതിനുശേഷം നയിച്ചു, അവരെ നയിച്ചു, ആ വന്നിരിക്കുന്ന പാർട്ടിസിപ്പൻസിനെ നയിച്ചു. അൽ മുത്തതവ്വിഉ വളണ്ടിയേഴ്സ്. ആ പരിപാടി നടത്തുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് ആളുകളെ നിയമിച്ചിട്ടുണ്ട്. അവരാണ് വളണ്ടിയേഴ്സ്. ഈ വളണ്ടിയേഴ്സ് അവരെ എന്ത് ചെയ്തു? നയിച്ചു. ഇലാ മഖ്അദിഹിം, മഖ്അദ് സീറ്റ്, അവരുടെ സീറ്റിലേക്ക്. അൽ മുഅയ്യിൻ നിശ്ചയിച്ച, അതായത് ഓരോരുത്തർക്കും ഓരോ സീറ്റ് നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ടാകും. ആ സീറ്റിലേക്ക് ഈ രജിസ്റ്റർ ചെയ്ത ആളുകളെയൊക്കെ ഈ വളണ്ടിയേഴ്സ് നയിച്ചു. ബഅദ ദഖായിക, ബഅദ ശേഷം, ദഖായിഖ് മിനിറ്റുകൾക്ക് ശേഷം, നിമിഷങ്ങൾക്ക് ശേഷം, അതാ വന്നു, മുഖദ്ദിമത്തുൽ മുസാബഖ, മുഖദ്ദിമത്ത് പ്രസന്റ് ചെയ്യുന്നയാൾ, അൽ മുസാബഖ പരിപാടി, ഈ മത്സരം നടത്തുന്നയാൾ, അതായത് ക്വിസ് മാസ്റ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ ആങ്കർ ആയിരിക്കാം. ഒരു പരിപാടി ആകുമ്പോൾ അതിൻ്റെ പ്രസന്റ് ചെയ്യുന്ന ആൾ വന്നു. അൽഖാ ഹാളിലേക്ക് വന്നു. വ ബദഅത്തിൽ മുസാബഖ, ബദഅ തുടങ്ങി, അൽ മുസാബഖ അങ്ങനെ ആ ക്വിസ് മത്സരം തുടങ്ങി. അപ്പോൾ തൊട്ടടുത്ത പേജിൽ നമുക്ക് കൊടുത്തിരിക്കുന്നത് ക്വിസ് മത്സരത്തിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. നഖ്റഉ നമുക്ക് വായിക്കാം, അൽ മുസാഅല ചോദ്യങ്ങൾ, നഖ്താറു തിരഞ്ഞെടുക്കാം, അൽ ജവാബി സഹീഹ് ശരിയായ ഉത്തരങ്ങൾ, വ നുസവ്വിദു ദാഇറ ആ വട്ടത്തെ കറുപ്പിക്കാം, വ
വനക്തുബു കമാ ഫിൽ മിസാൽ. എന്നിട്ട് ഉദാഹരണം പോലെ നമുക്ക് എഴുതാം. അപ്പോൾ ചോദ്യങ്ങൾ നമുക്കിവിടെ അവർക്ക് സ്ക്രീനിൽ കാണിച്ചിരുന്ന ചോദ്യങ്ങൾ നമുക്കിവിടെ ഇരിക്കുന്നുണ്ട്. അതിൽ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഉത്തരങ്ങൾക്ക്. അതിലേതാണോ നമ്മുടെ ഉത്തരം അതിവിടെ അലിഫ്, ബാ, ജീം, ദാൽ എന്നിങ്ങനെ വട്ടത്തിലായിട്ട് ദായിറത്തിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേത് ആണോ നമ്മൾ ശരിയായി തിരഞ്ഞെടുക്കുന്ന ഉത്തരം ആ ഉത്തരത്തിൻ്റെ ഇത് ഇതുപോലെ നുസവ്വിദു കറുപ്പിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നമുക്ക് വായിച്ചു നോക്കാം. മൻ യുഅറഫു ബി അബിൽ കഹർബ. മൻ യുഅറഫു ആരാണ് അറിയപ്പെടുന്നത്? ബി അബിൽ കഹർബ. അബിൽ കഹർബ എന്നറിയപ്പെടുന്നത്, വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻസ് വായിക്കാം. അലിഫ് ഇബ്നു സീന, ബാ ചാൾസ് ബബേജ്, ജീം തോമസ് എഡിസൺ, ദാല് മൈക്കിൾ ഫാരഡെ. ഇതിൽ ഉത്തരം സെലക്ട് ചെയ്തിരിക്കുന്നത് ദാലാണ്. ആ ദാലിനെ ഇവിടെ കറുപ്പിച്ചതായിട്ട് നമുക്ക് കാണാം. ആ ഉത്തരം ഇവിടെ എടുത്തെഴുതിയിട്ടുമുണ്ട്. രണ്ടാമത്തെ വായിച്ചു നോക്കാം. മൻ ഇഖ്തറഅ കമ്പ്യൂട്ടർ. മൻ ആരാണ്, ഇഖ്തറഅ കണ്ടുപിടിച്ചത്, അൽ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ആരാണ്? ഓപ്ഷൻസ് നോക്കാം. അൽ ഖവാരിസ്മി, ആൽബർട്ട് ഐൻസ്റ്റീൻ, മാർക്കോണി, ചാൾസ് ബബേജ്. ഇതിലുള്ള ഉത്തരം വരുന്നത് 4 ചാൾസ് ബബേജ് ആണ്. നമുക്കിവിടെ ഇതിനെ കറുപ്പിക്കേണ്ടതുണ്ട്. ആ റൗണ്ടിനെ നമ്മൾ അങ്ങോട്ട് കറുപ്പിക്കുക. അതിന് ശേഷം ഇവിടെ ചാൾസ് ബബേജ് എടുത്തെഴുതാം. മൂന്നാമത്തത് മുഖ്തറഉ ആലത്തി തിബാ. മുഖ്തറ കണ്ടുപിടിച്ച ആള്, ആലത്തി തിബാ പ്രിന്റിംഗ് മെഷീൻ, പ്രിന്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന നമ്മുടെ അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ആരാണ്? കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് ജൊഹാൻ ഗുട്ടൻബർഗ്, ഇബ്നുൽ ഹൈസം, സി വി രാമൻ, സ്റ്റീഫൻ ഹോക്കിംഗ്. അപ്പോൾ പ്രിന്റിംഗ് പ്രസ് കണ്ടുപിടിച്ചത് ജൊഹാനസ് ഗുട്ടൻബർഗ് ആണ്. ഇവിടെ യോഹാൻ ഗുട്ടൻബർഗ്. അലിഫാണ് തന്നിരിക്കുന്ന ഓപ്ഷൻ. അതിൽ അലിഫിനെ നമ്മൾ കറുപ്പിക്കണം. പേര് നമ്മളിവിടെ എടുത്ത് എഴുതുകയും വേണം. നാലാമത്തെ ചോദ്യം. അൽ ഖാനൂനു ഫി ത്വിബ്ബി മിനൽ മുഅല്ലഫാത്തി ഡാഷ്. അൽ ഖാനൂനു ഫി ത്വിബ്ബ് എന്നുള്ളത് ഒരു പുസ്തകത്തിൻ്റെ പേരാണ്. വൈദ്യശാസ്ത്രത്തിലെ നിയമങ്ങൾ, കാനൂനുൻ ഫി ത്വിബ്ബ്. മിൻ മുഅല്ലഫാത്തി ഗ്രന്ഥങ്ങളിൽപ്പെട്ടതാണ് ഡാഷ്. ആരുടെ ഗ്രന്ഥങ്ങളിൽപ്പെട്ടതാണ്? ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് ഇബ്നു സീന, ഡോക്ടർ അംബേദ്കർ, ജാബിർ ഇബ്നു ഹയ്യാൻ, അബുൽ കലാം ആസാദ്. പ്രസിദ്ധമായ പുസ്തകം എഴുതിയത് അവിസന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന ഇബ്നു സീന ആണ്. ഇബ്നു സീന. ആ ഉത്തരത്തെ നമുക്ക് കറുപ്പിക്കണം, എടുത്ത് എഴുതുകയും വേണം. അഞ്ചാമത്തത് കിതാബുൽ മുഖദ്ദിമ മിനൽ മുഅല്ലഫാത്തി ഡാഷ്. കിതാബുൽ മുഖദ്ദിമ, മുഖദ്ദിമ എന്ന പുസ്തകം മിനൽ മുഅല്ലഫാത്തി ഗ്രന്ഥങ്ങളിൽപ്പെട്ടതാണ് ഡാഷ്. ആരുടെ ഗ്രന്ഥമാണ്? ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് നജീബ് മഹ്ഫൂൽ, എബ്രഹാം ലിങ്കൺ, അഹ്മദ് ഷൗക്കി, ഇബ്നു ഖൽദൂൻ. ഇതിൽ ശരിയായ ഉത്തരം മുഖദ്ദിമ എന്ന പുസ്തകം എഴുതിയത് ഇബ്നു ഖൽദൂനാണ്. ദാലാണ് വരുന്നത്. അപ്പോൾ ദാലിനെ നമ്മൾ കറുപ്പിക്കണം, അവിടെ എടുത്തെഴുതുകയും വേണം. ആറാമത്തെ ചോദ്യം. കിതാബു തുഹ്ഫത്തുൽ മുജാഹിദീൻ മിൻ മുഅല്ലഫാത്തി ഡാഷ്. കിതാബു തുഹ്ഫത്തുൽ മുജാഹിദീൻ, തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന പ്രസിദ്ധമായ ഗ്രന്ഥം മിൻ മുഅല്ലഫാത്തി ഡാഷ്. ആരുടെ ഗ്രന്ഥങ്ങളിൽ പെട്ടതാണ്? ഓപ്ഷൻസ് ഉമറുൽ ഖാളി, അബ്ദുറഹ്മാൻ സാഹിബ്,
സൈനുദ്ദീൻ അൽ മഖ്ദൂം അൽ ബിറൂനി. ഈ പ്രസിദ്ധമായ തുഹ്ഫത്തുൽ മുജാഹിദീൻ എഴുതിയത് സൈനുദ്ദീൻ അൽ മഖ്ദൂമാണ്. സൈനുദ്ദീൻ മഖ്ദൂം. ജീമാണ് ഉത്തരം വന്നിരിക്കുന്നത്. അപ്പോൾ ജീം എന്നുള്ള ഓപ്ഷൻ നമ്മൾ കറുപ്പിക്കണം. സൈനുദ്ദീൻ മഖ്ദൂം എന്ന് എടുത്ത് എഴുതുകയും വേണം.